പൂഞ്ഞിക്കരയിൽ വീടുകൾ വെള്ളക്കെട്ടിലായ കുടുംബങ്ങൾക്ക് വീടിന് സമീപം തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കും. സമീപ പ്രദേശമായ മുല്ലക്കൽ സെയിന്റ് ആന്റണീസിൽ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കുമെന്ന് നഗരസഭ അറിയിച്ചു. കിലോമീറ്ററുകൾക്കപ്പുറം ക്യാമ്പ് സജ്ജീകരിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. 24 ഇമ്പാക്ട്. YS അഭിനന്ദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിനന്ദ്, അല്പം മുമ്പ് നമ്മൾ കുട്ടനാട്ടിലെ സാഹചര്യം പറഞ്ഞ ലൈവിലും അഭിനന്ദ് സൂചിപ്പിച്ചിരുന്നു ഈ പൂഞ്ഞിക്കരയിലെ ആളുകളുടെ പ്രശ്നം. അവർക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ വളരെ ദൂരത്തിൽ ഒരിടം സജ്ജീകരിച്ചത്. ഏതായാലും അതിനൊരു പരിഹാരമായിരിക്കുന്നു. അവരുടെ സമീപ പ്രദേശത്ത് തന്നെ ഈ ക്യാമ്പ് എപ്പോൾ സജ്ജമാകും? ഗോകുൽ, ആലപ്പുഴയുടെ നഗരത്തിന്റെ ഹൃദയഭാഗമാണ് പൂഞ്ഞിക്കര. ആലപ്പുഴ KSRTC ബസ്സിന് തൊട്ടടുത്തുള്ള പ്രദേശം, ഒപ്പം തന്നെ ബോട്ട് ജെട്ടിക്കൊക്കെ അടുത്തുള്ള പ്രദേശമാണ് പൂഞ്ഞിക്കര. ഇന്ന് അവിടേക്ക് എത്തുമ്പോൾ വലിയ ദുരിതത്തിലായിരുന്നു ജനങ്ങൾ. ഏതാണ്ട് 100ഓളം വീടുകളായിരുന്നു ഒറ്റപ്പെട്ട സ്ഥിതിയുള്ളത്. അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയും ഇന്ന് അവിടെയുള്ള പ്രദേശവാസികൾ ഉന്നയിച്ചിരുന്നു. പിന്നാലെ അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ നഗരസഭ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ അത് ദൂരെയാണ്, അവരുടെ വീടിന് സമീപമല്ല. അവരുടെ വീട്ടിൽ ഒട്ടും സുരക്ഷിതമല്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് കിലോമീറ്ററുകൾക്കപ്പുറം പോകാൻ കഴിയില്ല എന്നതായിരുന്നു പ്രദേശവാസികൾ പറഞ്ഞിരുന്നത്. കൊറ്റൻകുളങ്ങരയിലും ഒപ്പം തന്നെ മറ്റ് ഒരു സ്ഥലത്തുമായിരുന്നു ഇത്തരത്തിലേക്ക് ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കുവാനായിട്ട് നഗരസഭ ആദ്യം നിശ്ചയിച്ചിരുന്നത്. പക്ഷേ അവർ പോകാൻ താല്പര്യമില്ലാതെ 24 തന്നെ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെയാണ് ഇപ്പോൾ നഗരസഭയുടെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അവർ വീടിന് തൊട്ടടുത്തായിട്ടുള്ള മുല്ലക്കൽ സെന്റ് ആന്റണീസിൽ തന്നെ ദുരിതാശ്വാസ ക്യാമ്പ് ഒരുക്കും. താല്പര്യമുള്ളവർക്കെല്ലാം ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിക്കുമെന്ന് ഇപ്പോൾ നഗരസഭാ കൗൺസിൽ അല്പസമയം മുമ്പ് 24 വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും വലിയ ദുരിതത്തിലായിരുന്നു അവിടെയുള്ള ജനങ്ങൾ. അവരുടെ പ്രതികരണം ഇന്ന് തത്സമയം നമ്മൾ കാണിച്ചതുമാണ്. അതിന് ഇപ്പോൾ നഗരസഭ കൃത്യമായി ഇടപെടൽ നടത്തിയിരിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികൾ ആരംഭിക്കുന്നതാണെന്നും നഗരസഭാ കൗൺസിൽ 24 വ്യക്തമാക്കിയിട്ടുണ്ട്. ഗോകുൽ, ശരി, YS അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും പൂഞ്ഞിക്കരക്കാരുടെ ആലപ്പുഴ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്, പക്ഷേ പെട്ടെന്ന് വെള്ളം കയറുന്ന ഇടമാണ്. അവരോട് ഒരുപാട് ദൂരെ ഒരു ക്യാമ്പിലേക്കൊക്കെ പോകാൻ പറഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് എന്തായാലും ഒരു ക്യാമ്പിലേക്ക് മാറുക എന്ന് പറയുന്നത് തന്നെ ബുദ്ധിമുട്ടാണ്. സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി ഇത്ര ദൂരത്തേക്ക് പോകുന്നത് അതിനെന്തായാലും പരിഹാരമായിരിക്കുന്നു. സമാധാനം. പൂഞ്ഞിക്കരക്കാർക്ക് തൊട്ടടുത്ത് തന്നെ ഒരു ക്യാമ്പ്, സുരക്ഷിതമായിരിക്കാൻ ഒരു ക്യാമ്പ് ഒരുങ്ങിയിരിക്കുന്നു.